നിലപാട് വേണം എന്ന് നിരന്തരം പറഞ്ഞിരുന്ന മനുഷ്യൻ, പാടിപ്പാടി നടന്നാൽ സംഖ്യയാവില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ മനുഷ്യൻ, ഇന്നെ സംഖ്യയാക്കാൻ നോക്കണ്ട, ഞാൻ ചാണകത്തിൽ വീഴില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ, അവസാനം 2020 ചേർന്ന വാർത്തയാണ് നാം ഞെട്ടലോടെ കേട്ടത്. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് സാബു എം ജേക്കബുമായി പിണങ്ങി 2020 വിട്ടിരിക്കുകയാണ് നമ്മുടെ അഖിൽ മാരാർ. എന്താണ് ഈ വിഷയത്തെ പറ്റി? അഖിൽ മാരാർ 2020 വിട്ടത് തികച്ചും അപ്രതീക്ഷിതം എന്ന് പറയാൻ എൻ്റെ മനസാക്ഷി അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അഖിൽ മാരാർ എന്തേ 2020 വിടാൻ താമസിച്ചു എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവർക്കാർക്കും നിന്നു പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് 2020 എന്ന് നമുക്ക് അതിൻ്റെ കാലാകാലങ്ങളായുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് 3 പ്രമുഖ മുന്നണികളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് 2020. ഒരു പുതിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. തുടക്കത്തിൽ അവരുടെ പ്രവർത്തികൾ, അവരുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് നേടിക്കൊടുത്തു. ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 വിജയിക്കാൻ കഴിയാത്ത ഒരു വാർഡുണ്ട്, അറിയാമോ? 2020 ആ വാർഡിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല. അവിടെ കോൺഗ്രസോ CPM, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് മെമ്പർമാരായി ജയിച്ചു വരുന്നത്. അത് ഈ കിറ്റക്സിൻ്റെ ആസ്ഥാനം നിൽക്കുന്ന ആ വാർഡാണ്. അതിൻ്റെ കാരണം ആ ഫാക്ടറിയുടെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത് എന്നുള്ളതാണ്. 2020 മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ഈ പ്രബലമായ 3 രാഷ്ട്രീയ മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ 2020 ലക്ഷ്യം വെച്ചതെന്നാണ് അവരുടെ നിലനിൽപ്പ്, അതായത് അവരുടെ പേരൻറ് കമ്പനി ആയിരിക്കുന്ന കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഒന്ന് തിരിഞ്ഞു നിന്നാൽ, ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒന്ന് തിരിഞ്ഞു നിന്നാൽ ഒരു നാട്ടിൽ ഒരു വ്യവസായങ്ങളും പ്രവർത്തിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് പേപ്പറുകൾ വേണം, സർട്ടിഫിക്കറ്റുകൾ വേണം, ഇതിനൊക്കെ തടസ്സമുണ്ടാകും. ആ പഞ്ചായത്തിൻ്റെ ഭരണം തന്നെ ആ കമ്പനിയുടെ കയ്യിലാണെങ്കിലും. ഇപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സാബു എം ജേക്കബ് എന്ന ബുദ്ധിമാനായ വ്യവസായി, അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷ മുന്നണിയോടും കോൺഗ്രസിനോടും ഒക്കെ എതിർപ്പുണ്ടാകുമ്പോൾ അദ്ദേഹം സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരുപാട് സൗജന്യങ്ങളൊക്കെ കൊടുത്ത് നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ 2020 ഉണ്ടാക്കിയ ഒരു ഓളം, V4 കൊച്ചി പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വന്നെങ്കിലും അതൊക്കെ ശോഷിച്ചു പോയി. ആം ആദ്മിക്ക് ഇവിടെ കളിച്ചു പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ 2020 പലയിടങ്ങളിലും വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. ഒരു പഞ്ചായത്തിൽ തുടങ്ങി 2 പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഒക്കെ അതിൻ്റെ വിജയം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ അവർ സ്ഥാനാർത്ഥികളെ നിർത്തി. അവരവിടെ ഒരു ഈ ചെറിയ പാർട്ടികൾക്ക്, ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് B, ജോസഫ് വിഭാഗം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പാർട്ടികൾക്ക് ചില പഞ്ചായത്തുകളിലെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വലതു, ഇപ്പോൾ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളുടെ നാട്ടിൽ വലതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും MLA-യും മന്ത്രിയും ഒക്കെയുള്ള ഒരു പാർട്ടിയിലേക്ക് ഒരുപാട് പേർ ആകർഷകരാകും. ഇവർ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റമെടുത്ത് ഇടതുപക്ഷത്തേക്ക് പോവുകയാണെന്ന് വെച്ചോ. ഒരു 50 വോട്ടിന് 60 വോട്ടിനൊക്കെ ഒരു വാർഡ് UDFന് ജയിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ 60 വോട്ട് തിരിച്ച് LDFിലേക്ക് നേരെ മാറിപ്പോകുമ്പോൾ അതൊരു 120 വോട്ടിൻ്റെ എഫക്റ്റാണ് ഈ ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ 2020 പ്രതിദാനം ചെയ്യുന്ന കിഴക്കമ്പലത്തെ കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ അവിടെ MLA ആയിരുന്നത് ഈ പറയപ്പെടുന്ന സാബു എം ജേക്കബിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവായ VP ശ്രീനിധനായിരുന്നു. ഇത്തവണ UDF ആ സീറ്റ് തിരിച്ചു പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ, സജീവൻ ജയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊന്നും ഇവർക്ക് വലുതായിട്ടൊന്നും കാര്യക്ഷമമായി ചെയ്യാനില്ല എന്നാണ് ഇത് തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരുമായി, ഇപ്പോൾ P രാജീവുമായും അല്ലെങ്കിൽ ശ്രീനിധനുമായും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുമായിട്ടൊക്കെയുള്ള പ്രശ്നത്തിൽ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മറ്റു പല സംസ്ഥാനങ്ങളും ക്ഷണിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ തെലങ്കാനയിലൊക്കെ ഇവർ വലിയ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ സ്വാഭാവികമായും രാജ്യവ്യാപകമായി ഇവരുടെ ബ്രാൻഡ് വളരുമ്പോൾ, ഫാക്ടറികൾ വളരുമ്പോൾ, ഈ ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് ഇത്തരം വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ NDAയുടെ തൊഴുത്തിൽ പോയി നിൽക്കുന്നതാണ് നല്ലത് എന്ന് സാബു എം ജേക്കബിൻ്റെ പുനർചിന്തനത്തിൽ നിന്നാണ് NDAയിലേക്ക് ഇദ്ദേഹത്തിന് ഒരു എൻട്രി കിട്ടുന്നത്. ആ എൻട്രി കിട്ടാൻ മറ്റ് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ K സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, BJP നേതാവ്, സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ടീമുകളെ ഒന്നും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. K സുരേന്ദ്രൻ ഒരു പക്ക രാഷ്ട്രീയക്കാരനാണ്. ചെറുപ്പകാലം മുതൽ BJP രാഷ്ട്രീയത്തിലൂടെ ചേർന്ന് തീർന്ന് ABVP-യിലൂടെ വന്ന് യുവമോർച്ചയിലൂടെ വന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ ആളാണ്.
ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു. പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരനെ നൂലിൽ കെട്ടി ഇറക്കി ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഒരു മുതലാളിയാണ്. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം സക്സസ് ആയിട്ടുള്ള ഒരു നല്ല മുതലാളിയാണ്. അപ്പോൾ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം മുതലാളിമാർക്ക് മുതലാളിമാരോടുള്ള ഒരു സ്നേഹമുണ്ട്. അങ്ങനെ 2020 ക്ഷണിക്കുന്നു. സ്വാഭാവികമായും സാബുവും ജേക്കബ് 2020 പോകും. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് 140 സീറ്റുകളിൽ മത്സരിക്കുന്ന NDA മുന്നണി. NDAക്ക് നേതൃത്വം കൊടുക്കുന്നത് RSSനെ മാതാവായി കാണുന്ന RSSൻ്റെ സന്താനമായ BJP ആണ്. ഈ 140 സീറ്റുകളിലും BJPക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. ഒരു കാലത്തുണ്ടായിരുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വലിയ പാടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു BJPക്ക് വേണ്ടി. ഇപ്പോൾ അതിൻ്റെ ആശയങ്ങളോടൊക്കെ എതിർപ്പുണ്ടാകാം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും വലിയ രീതിയിൽ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 20% വോട്ട് ഷെയറിലേക്കൊക്കെ എത്തിച്ച കേരളം പോലൊരു സംസ്ഥാനത്തിൽ എത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും ഏതൊരു വലിയ മുതലാളിയെയും രാഷ്ട്രീയ നേതാവിനെയും ഒക്കെ കോടികൾ വില പറഞ്ഞ് വാങ്ങാൻ കപ്പാസിറ്റി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അപ്പോൾ 140 സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ 2020ക്കും 20 സീറ്റുകൾ BDJSനും കൊടുക്കും. ബാക്കി 101 സീറ്റിലാണ് BJP മത്സരത്തിന് ഇറങ്ങുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ 2020ക്ക് കൊടുത്ത ഇപ്പം BDJSന് സീറ്റ് കൊടുത്താൽ അവിടെ നിൽക്കട്ടെ, അതിലൊരു കമ്മ്യൂണിറ്റി ബാലൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. 19 സീറ്റുകൾ 2020ക്ക് കൊടുക്കുമ്പോൾ എറണാകുളം പോലെ ഒരു ജില്ലയിലെ പ്രമുഖങ്ങളായ പല സീറ്റുകളും 2020ക്ക് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ 2020ക്ക് ഈ സീറ്റുകൾ കൊടുക്കുമ്പോൾ ആ നാട്ടിൽ അവരുടെ ചെറുപ്പകാലം മുതൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി കൊടികെട്ടിയവർ, അനൗൺസ് ചെയ്തവർ, അടികൊണ്ടവർ, ബലിദാനികളുടെ കുടുംബങ്ങളൊക്കെ ഇല്ലേ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുടുംബാവും നെയ്യാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എത്ര പേരുണ്ട്? 2020ക്ക് സീറ്റ് കൊടുത്തു. 2020ക്ക് വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിച്ച എത്ര 2020 പ്രവർത്തകർക്ക് 2020 സീറ്റ് കൊടുത്തു? നമ്മൾ മനസ്സിലാക്കണം. 2020 സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്താൽ നമുക്ക് ചിരി വരും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ, ഞാൻ പത്തനാപുരം നിയോജകമണ്ഡലക്കാരനാണ്. അവിടെ BJP ശക്തമായ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നു എന്ന് തോന്നലൊക്കെ ഉണ്ടാക്കി എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന ആളുകളെ മത്സരിപ്പിക്കും. എങ്കിലും ഒരിക്കലും ഈ ഗണേഷ് കുമാറിൻ്റെ വലതുപക്ഷത്തേക്ക് നിന്ന് ഇടതുപക്ഷത്തേക്കുള്ള യാത്രയ്ക്ക് ശേഷം അവിടെ മത്സരിച്ചത് PV ജഗദീഷ് കുമാർ, നമ്മുടെ മലയാള സിനിമ നടൻ ജഗദീഷും ഗണേഷ് കുമാറുമായിരുന്നു. അപ്പോൾ BJP ഭീമൻ രഘുവിനെയാണ് അവരെ കൊണ്ടുവന്നൊരു സെലിബ്രിറ്റി മത്സരം ഞങ്ങളും ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി. അതിനുശേഷം ഈ ഇത്തവണ കരുനാഗപ്പള്ളിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹത്തിൻ്റെ പേര് ജിതിൻ അങ്ങനത്തെയാണ്, യുവമോർച്ചയുടെ നേതാവാണ്. അദ്ദേഹത്തെയാണ് പത്തനാപുരത്ത് കൊണ്ടുവന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. ഇത്തവണ 2020ക്ക് സീറ്റ് കൊടുത്തു. 2020 എവിടെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി? ഒരു പാർട്ടിക്കാർക്കെങ്കിലും ഒരു അക്സെപ്റ്റൻസ് വേണ്ടേ? അല്ലെങ്കിൽ കൃത്യമായൊരു പാർട്ടി പ്രവർത്തനം നടത്തണ്ടേ? BJPക്ക് 2020ക്ക് ഒരു പിൻബലവും ഇല്ലാത്ത പത്തനാപുരത്തും പുനലൂരുമൊക്കെ 2020ക്ക് സീറ്റ് കൊടുത്തിരിക്കുക. ഈ പുനലൂർ NDA സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ മനസ്സിലാക്കിയത്, NDAയുടെ നേതൃത്വം മനസ്സിലാക്കിയത് 10 ദിവസം കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി 10 ദിവസം കഴിഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥി അവിടെ ചെല്ലുന്നതെന്നാണ് പൊതുവിലും പറയുന്നത്. അപ്പോൾ 2020ക്ക് ഇത്തവണ പേരെടുത്ത് പറയാൻ കഴിഞ്ഞത് ഈ പറയപ്പെടുന്ന തൃപ്പൂണിത്തുറയിലെ അഞ്ജലി നായരും തൃക്കാക്കരയിലെ അഖിൽ മാരാരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അതിനെ നമ്മൾ ചെറുതായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി അഖിൽ മാരാരുടെ നിലപാടുകളിലേക്ക് പോയാൽ, അഖിൽ മാരാർ എന്ന് പറയുന്ന അഖിൽ കോട്ടാത്തല ഇപ്പോൾ എൻ്റെ നാട്ടുകാരനാണ്, അപ്പോൾ സ്വാഭാവിക കൊട്ടാരക്കരക്കാരനാണ്. അഖിലിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ കോൺഗ്രസ്സിൽ അധിഷ്ഠിതമായതാണ്. അതെങ്ങനെയാണെന്നുള്ളത് അഖിൽ തന്നെ കൃത്യമായി പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 28-29 വയസ്സൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില രാഷ്ട്രീയ നിലപാടുകളും ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ഒരു സാധാരണ ഫാമിലിയാണ്. അവർ അച്ഛനൊക്കെ കൂലിപ്പണി ചെയ്ത് അമ്മയൊക്കെ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അച്ഛൻ കോൺഗ്രസ്സുകാരാണ്. ഇന്നലെ തന്നെ അഖിൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇപ്പം എന്നോട് മിണ്ടാറില്ല. അച്ഛനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല മിണ്ടാത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഐഷ പോറ്റിയെ നിശ്ചിതമായി അഖിൽ മാരാർ വിമർശിച്ചിരുന്നു. അതിനുശേഷമാണ് അഖിൽ മാരാരുടെ അച്ഛൻ അഖിൽ മാരാരോട് മിണ്ടാതിരിക്കുന്നെങ്കിൽ, കാരണം ഐഷ പോറ്റി എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ അഖിലൊക്കെ എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അഖിലിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്ന് ഐഷ പോറ്റി ഒരിക്കൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അഖിൽ മാരാർ അവിടെ ഒരു കേസിൽ പെടുകയും, ഈ കോട്ടാത്തല എന്ന് പറയുന്നത് CPMന് രക്തസാക്ഷിയുള്ള സ്ഥലമാണ്, CPMൻ്റെ ഒരു ഉരുക്കു കോട്ട എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ്. ആ കേസിൽ പെട്ടപ്പോൾ അന്ന് PC വിശ്വനാഥിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. PC വിശ്വനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ചെങ്ങന്നൂർ MLA ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഒരു കേസിൽപ്പെട്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ പോകേണ്ടി വന്നപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് PC വിശ്വനാഥ് സ്റ്റേഷനിൽ വിളിച്ച് CEOയോട് കാര്യം പറയും. അഖിൽ അവിടെ ചെന്നപ്പോൾ അഖിലിനെ ഒരു കോൺഗ്രസ് നേതാവായി PC വിശ്വനാഥിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന് അവിടെ ഒരു പരിഗണന ലഭിക്കുകയും
ഇത് കൊള്ളാമല്ലോ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് PC വിശ്വനാഥിൻ്റെ ആളായി കോൺഗ്രസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്ന ആളാണ് അഖിൽ മാരാർ എന്ന് അഖിൽ മാരാർ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. അതായത് അഖിൽ മാരാർ ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുമ്പ് നവകേരള ന്യൂസിൽ ഞാൻ അഖിൽ മാരാർ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഈ സിനിമയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അഖിൽ മാരാർ ആ ഇൻ്റർവ്യൂവിൽ എന്നോട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അഖിൽ മാരാർ അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി. അവിടെ ഇടതുപക്ഷ കോട്ടയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി. ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കോട്ടാത്തല പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന വലിയ ബ്രാൻഡ് അയാളാണ് അഖിൽ മാരാർ. അയാളുടെ നിലപാടുകൾ എന്തോ ആയിക്കോട്ടെ, അയാളുടെ രീതികൾ എന്തോ ആയിക്കോട്ടെ, അതിൽ എതിർപ്പുള്ളവരുണ്ടാകാം, യോജിപ്പുള്ളവരുണ്ട്. ഞാൻ അയാൾ കാണുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു നാട്ടിൽ നിന്ന് ഒരു വലിയ കുടുംബ പശ്ചാത്തലമില്ലാത്തത് ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ്. ഇപ്പോൾ അഖിൽ മാരാറെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അഖിൽ അങ്ങനെ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നിൽ സുരേഷിൻ്റെ അവിടെ ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥി ആകാൻ അഖിൽ ആഗ്രഹിക്കുകയും അത് പാർട്ടിയോട് പങ്കുവെക്കുകയും എന്നാൽ കൊടുക്കുന്നിൽ ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കുന്നിൽ സുരേഷിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അഖിൽ മാരാർ അവിടെ സ്വതന്ത്രനായി മത്സരിക്കും. 1700 വോട്ട് പിടിച്ചു നോക്കി. ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ അത്രയും വോട്ടുകൾ പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്വതന്ത്രം പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ സ്ഥാനാർത്ഥി അല്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അഖിൽ അവിടെ ജയിച്ചനായിരുന്നു. അതിനുശേഷം ഇയാൾ കോൺഗ്രസ് വിടുകയും BJPയോട് ചെറിയ അനുഭവം പുലർത്തുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് എൻ്റെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ മാർക്സിസ്റ്റുകാരാണ്, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സാണ്. എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ BJP ആണ്, അതുകൊണ്ട് ഞാൻ BJPക്കാരാണ്. അത്തരം ലോജിക്കുകളോടൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകൾ സാഹചര്യത്തിനനുസരിച്ചൊക്കെ മാറാം. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവന് കിട്ടാവുന്നത് മുഴുവൻ കൊടുത്തതിന് ശേഷം, അതിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം ആ പാർട്ടി വിട്ടുപോകുന്ന നമ്മുടെ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ പോലെയും KV തോമസ് മാഷിനെ പോലെയുള്ളവരെയൊക്കെയാണ് നമ്മൾ അംഗീകരിക്കാത്തത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അയാൾക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അവർ വാങ്ങിയെടുത്തു, പലയിടത്ത് സീറ്റ് കൊടുത്തു. ജയിക്കാൻ പറ്റാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മൻചാണ്ടി കൊണ്ടു നടന്നുള്ള നേതാവാണ് പ്രശാന്ത്. എല്ലാം കിട്ടി. അവസാനം ഇയാൾ നിലപാട് മാറി CPMലേക്ക് വന്നു. എന്തുകൊണ്ട്? 10 വർഷക്കാലം CPM ഭരിക്കും, ഇനി കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന ചിന്തയിലാണ് ഇതുണ്ടാകുന്നത്. ഈ പറയപ്പെടുന്ന ശ്രീനിജൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ ശ്രീനിജൻ അവിടെ പോയി സക്സസ് ആയി. അപ്പോൾ ഇയാൾ BJPയിൽ ഔദ്യോഗിക മെമ്പർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല. BJP പരിപാടികളിലൊക്കെ ഇയാൾ നന്നായി സംസാരിക്കും, ആളുകളെ കയ്യിലെടുക്കാൻ അറിയാവുന്ന ആളാണ്. ഈ സമയത്താണ് ഇയാളൊരു സിനിമയുമായി വരുന്നത്. ആ സിനിമയിൽ ഇയാൾ BJP അനുഭവമുണ്ട് എന്ന് നിൽക്കുമ്പോഴും ഇപ്പോൾ ഈ BJP വിട്ട് കോൺഗ്രസിൽ പോയി പാലക്കാട് MLA തൃക്കരിപ്പൂർ MLA ആയ സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യരും K സുരേന്ദ്രനും തമ്മിൽ ആദ്യം മാനസികമായി തെറ്റുന്ന അത് ഈ അഖിൽ മാരാരുടെ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സന്ദീപ് ഏട്ടനോടും അഖിലിനോടും ഒക്കെ സംസാരിച്ചൊരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. കാര്യം അതിനകത്ത് ഇത് ബീഫ് അല്ലടാ ഉള്ളിയാടാ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഈ അഖിലിൻ്റെ ആ സിനിമ തിയേറ്ററുകളിലും OTTയിലും ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും അതിൻ്റെ പല ക്ലിപ്പുകളും നമുക്ക് എല്ലാ ഇലക്ഷൻ സമയത്തും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളുള്ളൊരു സിനിമയാണ്. അപ്പോൾ K സുരേന്ദ്രനെ ആ സിനിമയിൽ ജയകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപാത്രം വലിയ രീതിയിൽ ട്രോളുന്നുണ്ട്. ഈ അഖിൽ മാരാരുടെ ഈ സിനിമയുടെ പൂജയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ഈ പറയപ്പെടുന്ന സന്ദീപ് വാര്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ക്രിപ്റ്റിൽ സന്ദീപ് വാര്യർ ഇടപെട്ടുണ്ടെന്ന് തോന്നൽ K സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ CPMനെയും കോൺഗ്രസിനെയും അതിൽ കൂടുതൽ BJPയെയും അദ്ദേഹം നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ പടം തിയേറ്ററിൽ വരുന്നത്. പടത്തിന് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ്, കാരണം നമ്മുടെ നാട്ടുകാരൻ്റെ സിനിമ എന്ന നിലയിൽ. അപ്പോൾ സിനിമ ഇറങ്ങുന്നു. അതിനുശേഷം പല ചാനൽ ചർച്ചകളിലും ഈ സിനിമാ സംവിധായകൻ എന്ന ലേബലിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ജനൻ TV ഒരു ചർച്ച വൈറലാകുന്നു. അതോടുകൂടി ഓൺലൈനിലും ഈ ഡിജിറ്റലിലും ഒക്കെ വലിയ മാർക്കറ്റുള്ള ഒരു ഡിബേറ്ററായി അഖിൽ മാരാർ മാറും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾക്ക് കാഴ്ചക്കാരെ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഭയങ്കരമാണ്. ആ കാര്യത്തിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അഖിലിനോട്, പ്രിയപ്പെട്ട അഖിലിനോട് പല കാര്യങ്ങളിലും നമുക്ക് എതിർപ്പെട്ടു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ വിജയത്തിന് ശേഷം ഇദ്ദേഹത്തിന് പഴയ കോൺഗ്രസ് സ്നേഹം വീണ്ടും ഉടലെടുക്കുകയാണ്. കാരണം അന്ന് കോട്ടാത്തലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സീറ്റ് ചോദിച്ചിട്ട് കിട്ടാതിരുന്ന അഖിലിൻ്റെ സമയത്തിന് വേണ്ടി, അഖിലിൻ്റെ ആയിട്ടൊരു ഒരു പോഡ്കാസ്റ്റിനൊക്കെ വേണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രമേശ് ചെന്നിത്തല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു രമേശ് ചെന്നിത്തലയുടെ ഐഡിയോളജി പറയാൻ വേണ്ടി. അത് ആദ്യം അതിഥിയായി എത്തുന്നത് അഖിൽ മാരാരാണ്. പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റികളിൽ ഒന്നാമനായി അഖിൽ മാരാർ മാറുന്നു. വലിയ ആൻറ്റി പിണറായി മുഖം അഖിൽ മാരാർക്ക് ലഭിക്കുന്നു. 24 ജനകീയ കോടതിയിലെത്തിയിട്ട് 24 ചരിത്രത്തിൽ ആദ്യമായി അൺഎഡിറ്റഡ് വേർഷൻ ടെലികാസ്റ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് അഖിൽ മാരാർ എത്തിക്കുന്നു. അയാൾ ചെല്ലുന്ന ഷോയൊക്കെ
ഭയങ്കര സക്സസ് ആവുന്നു. അയാൾ ബിഗ് ബോസിൽ നടത്തിയ ഒരു വലിയ വിപ്ലവകരമായ, കാരണം അഖിൽമാരാർ ബിഗ് ബോസിൻ്റെ എൻട്രി നമ്മൾ കാണുമ്പോൾ അയാൾ മുടിയൊക്കെ കളർ ചെയ്തിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വിചാരിച്ചു ഒരാഴ്ച 10 ദിവസം അതിൽ കൂടുതൽ അഖിൽ പോകില്ല എന്നുള്ളതായിരുന്നു ഞാൻ പോലും കണക്കാക്കി. കാരണം ഞാൻ പോലും എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5-6 ദിവസങ്ങളിൽ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, ഇതുപോലെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെതായ അഖിലിൻ്റെ ഫാമിലി ഒരു പ്രൊഫൈൽ വീഡിയോ നമ്മൾ ബിഗ് ബോസിൽ കാണിക്കുമല്ലോ, അത് ചെയ്തു കൊടുത്തത് എൻ്റെ ടീമാണ്, നമ്മുടെ ക്യാമറമാന്മാരും നമ്മുടെ ടീമാണ് അത് ചെയ്തു കൊടുത്തത്. അപ്പോൾ അത്രയും അടുപ്പം അഖിലുമായിട്ടുണ്ടായിരുന്നു. അഖിൽ ബിഗ് ബോസിൽ നിന്നിറങ്ങി അഖിലിന് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധമുണ്ടാകുന്നു. സ്വാഭാവികമായും അഖിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാകും എന്ന്. അപ്പോൾ കൊട്ടാരക്കരയിൽ അഖിൽമാരാരുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനുശേഷം അഖിലിൻ്റെ പല നിലപാടുകളെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചപ്പോഴും ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ ചർച്ചകൾ ഞാൻ എതിർത്ത് സംസാരിക്കും. അഖിൽ ആ പോർഷൻ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എടാ ഈ ഓൺലൈനിൽ ഇരുന്ന് പല പൊട്ടന്മാരും പറയുന്നത് ഞാൻ സഹിക്കും, നീ ഇത് പറയരുത്, കാര്യം അറിഞ്ഞിട്ട് നിനക്ക് എന്നെ വിളിക്കാനുള്ള സാധനമുണ്ട്, എന്താണ് കാര്യം അറിഞ്ഞിട്ട് ചർച്ച ചെയ്യാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു ദിവസം അഖിലിന് മെസ്സേജ്, അഖിലെ മരരെ ഈ കൊട്ടാരക്കര സീറ്റൊക്കെ നോക്കിയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാലോ, സ്വന്തം നാട്ടിൽ ഇങ്ങനെയുള്ള ഈ വളർന്നു നിൽക്കുന്ന ആളുകളെ സ്വന്തം നാട്ടുകാർ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ നാട്ടിൽ അംഗീകരിക്കാൻ ഇച്ചിരി പാടാം. അതുകൊണ്ട് അപ്പോൾ എടുത്ത വരെ അഖിൽ തിരിച്ചെന്നോട് ചോദിച്ചത്, കൊട്ടാരക്കരയിൽ മാത്രമേ അഖിൽമാരാർക്ക് മത്സരിക്കാവോടാ? അഖിൽമാരാർ എന്ന് ബ്രാൻഡ് വെച്ച് വേറെ എവിടെ വേണമെങ്കിലും പോയി മത്സരിക്കാം. സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നതിനേക്കാൾ സേഫ് അഖിലിന് മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കണം. UDF എവിടെയെങ്കിലും ഒരു സീറ്റ് അഖിലിന് കൊടുത്തിരുന്നെങ്കിൽ അഖിൽ MLA ആയിരുന്നു. UDF അഖിലിന് മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകിയിരുന്നെങ്കിൽ അഖിൽ ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു. അത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അഖിലിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ആ കാര്യം സാധിച്ചെടുക്കാൻ അറിയാവുന്ന ഒരാളാണ്, അത്രയും കാര്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അവിടെ ഐഷ പോറ്റി എന്ന് പറയുന്ന CPM-ൻ്റെ അനിശ്ചിതയായ നേതാവ് UDF വരികയാണ്, കോൺഗ്രസിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ഐഷ പോറ്റിയുമായി ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ, CPM നേതാവെന്ന നിലയിൽ എടുക്കുമ്പോൾ, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഇവർ പങ്കെടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു, ചേച്ചി ഈ കോൺഗ്രസിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞ്, ഇല്ല രോഹിത്തെ വരുന്നില്ല, കാരണം വന്നു കഴിയുമ്പോൾ എന്നെ ഇന്നലെ വരെ സ്വന്തം ആളുകളായി കണ്ടിരുന്നവരൊക്കെ തെറി വിളിക്കാൻ വരും, എന്തിനാ അത് കേൾക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നീട് ഈ KN ബാലഗോപാലുമായൊക്കെ ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ ആക്ഷേപവും വ്യക്തിപരമായ സങ്കടങ്ങളുമൊക്കെയാണ് അവരെ കോൺഗ്രസ്സുകാരിയാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ എൻട്രി വരുന്നു. അപ്പോൾ അഖിലിനോട് പറഞ്ഞു വഴി അടഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അഖിൽ പറയുന്നത് എവിടെ വേണമെങ്കിലും മത്സരിക്കാനുണ്ട്. അപ്പോൾ അഖിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചു. ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് തനിക്ക് സീറ്റ് ലഭിക്കില്ല. VD സതീശൻ എന്തോ ഒരു നീരസം അഖിലിനോടുണ്ട് എന്ന് അഖിലിന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ഗ്രൂപ്പ് സംവിധാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കൊട്ടാരക്കര അല്ലെങ്കിൽ പിന്നെ പിടിക്കാൻ പറ്റുന്ന പത്രാവരത്തോട്ട് പോയിട്ട് കാര്യമില്ല. രമേശ് ചെന്നിത്തലയുടെ വലം കൈയായിരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാൽ അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അങ്ങനെയാണ് അഖിൽ BJP-യിലേക്ക് പോകാൻ പറ്റില്ല. അതിന് കാരണം BJP-യുടെ പല നിലപാടുകളെ അഖിൽ തള്ളിപ്പറഞ്ഞു ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം. അതിൽ അഖിൽ പറയുന്നുണ്ട്, വർഗീയത എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അഖിൽ പറയുന്നുണ്ട്. ഈ അഖിൽമാരാർ വന്നിരുന്ന ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല സ്ഥാനാർത്ഥികളുടെയും ഇൻ്റർവ്യൂകൾ പല ചാനലുകാരും എടുത്തത് പൈസ വാങ്ങിയിട്ടാണ്. ആ സമയത്തും സ്ഥാനാർത്ഥി ആകാൻ പോകുമ്പോഴും അഖിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അഖിൽ അങ്ങോട്ട് പൈസ മേടിക്കും. അഖിൽ 75,000 1 ലക്ഷം വിത്ത് GST വാങ്ങിയിട്ടാണ് അഖിൽ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അഖിലിൻ്റേതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വന്ന സമയത്ത് അഖിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്ക് മാത്രമാണ് ഞാൻ പണം വാങ്ങാതെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എന്ന്. അന്ന് ഞാൻ അഖിലിനെ വിളിച്ചു, അഖിൽ അത് മോശമായിപ്പോയി. അഖിൽ എന്ത് പറ്റിയടാ? അപ്പം അഖിൽ ഇതിന് ശേഷം ഈ വിവാദങ്ങൾ ഈ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തിയ കേസൊക്കെ വന്ന സമയത്ത് അഖിൽ ഈ ഫ്ലോറിൽ വന്നിരുന്നു. അഖിൽ ഫ്ലോറിൽ വന്നതെന്ന് പറഞ്ഞാൽ അഖിലിനോട് ഞാൻ 2-3 തവണ വിളിച്ചിരുന്നു. സമയക്കുറവുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയതാണ്. അഖിൽ ഒരു ദിവസം എന്നെ വിളിക്കുന്നു, നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയിലുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മറുനാടനിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ, പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ സമയമില്ല, നീ ഉണ്ടെങ്കിൽ നീ ഇരിക്കണം, നമുക്ക് വരാമെന്ന് പറഞ്ഞ് അഖിൽ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നു. ഞങ്ങൾ തമ്മിലിരുന്നു. ഒരു 3-4 എപ്പിസോഡുകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ അഖിലിനോട് ഇത് പറഞ്ഞു, അഖിലെ അത് മോശമായിപ്പോയി. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കില്ല, കാരണം നമ്മുടെ ഒരു പോളിസിയാണ് നമ്മൾ ആരും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അഖിൽ ചേട്ടാ അത് ഓർത്തിലടാ, അറിയാതെ ഇട്ട് പോയതാണ്, ശരി സന്തോഷം. ഇതിന് ശേഷം അഖിൽ 2020 സ്ഥാനാർത്ഥിയായി അവതരിക്കുകയാണ്. ഞാൻ ഞെട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചത് BJP സ്ഥാനാർത്ഥിയായിട്ടാണ്. പക്ഷെ അഖിലിന് ഞാനുമായി എടുത്ത അഭിമുഖത്തിൽ അഖിൽ പറയുന്നുണ്ട്,
എന്താ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാത്രമേ അഖിൽ മാരാർക്ക് വരാൻ പറ്റുള്ളൂ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അഖിൽ അതിന് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP, ഈ രണ്ട് പാർട്ടികൾ അഖിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടായി, അഖിലിനെ അറിയാവുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അഖിൽ മത്സരിക്കും. അഖിൽ അത് ഇന്നലെ ഒന്നും തീരുമാനിച്ചതല്ല. അന്ന് കോൺഗ്രസ് പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ, കേവലം ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ അഖിൽ മനസ്സിൽ കുറിച്ച കാര്യമാണ് നിയമസഭയിൽ മത്സരിക്കുക എന്നുള്ളത്. ഈ അഖിലിനെ സീറ്റ് നിഷേധിച്ച അതേ തെരഞ്ഞെടുപ്പിലാണ് തൊട്ടപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ചിലപ്പോൾ കോഇൻസിഡൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ 2020 സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോഴാണ് ആർ രശ്മി എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സകല മൂല്യങ്ങളും, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പുണ്ട്. പുറമേ നിന്ന് നിങ്ങൾ എന്ത് വേണമെങ്കിലും നോക്കിക്കോളൂ, പുറമേ നിന്ന് നമ്മളുടെ ആദർശങ്ങളിൽ നമുക്ക് എതിർപ്പുണ്ടാകാം, പക്ഷെ ആ സംഘടനാ സംവിധാനത്തിലൊരു കെട്ടുറപ്പുണ്ട്. ആ കെട്ടുറപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ വിശ്വസിച്ച് കൂടെ നിർത്തിയവരെല്ലാം അദ്ദേഹത്തെ ചതിച്ചു. അത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഒരു രാഷ്ട്രീയവും നിർത്തേണ്ടുന്നവരെ നിർത്താൻ അറിയാത്തതുമായ പ്രശ്നങ്ങളാണ്. വലിയ അഴിമതി, അതായത് കൊടുത്ത പണം, ഈ ഇലക്ഷൻ ഫണ്ട് കൊടുക്കുന്നതൊന്നും കണക്കും പ്രകാരമൊന്നും അല്ലല്ലോ. കണക്കിൽ 20 ലക്ഷം ആണെങ്കിൽ മുടക്കുന്നത് 2 കോടിയായിരിക്കും. കൊടുത്ത പണം മുഴുവൻ ദൂർത്തടിച്ച് പലരും പലരുടെയും വീടുകളിലേക്ക് കൊണ്ടുപോയി. എല്ലായിടത്തും സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ ആർ രശ്മി കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ആർ രശ്മിക്ക് എന്തൊക്കെയോ വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. തെളിവുകളില്ല തന്നെ പറയുന്നുണ്ട്. വരുത്തിച്ചതാണോ രശ്മിയെ, അതോ സ്വയം വരികയാണോ എന്നൊക്കെ എനിക്കിപ്പോ സംശയം ഉണ്ടെന്നാണ് അഖിൽമാരാർ. ഐഷ പോറ്റിയോടും BJP അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു, സംസാരിച്ചത്. അത് അവർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആർ രശ്മി BJPയിലേക്ക് വരുന്നു. അതോടുകൂടി അഖിലിൻ്റെ സാധ്യത കൊട്ടാരക്കരയിൽ ഭംഗമാണ്. അപ്പോഴും ഞാൻ അഖിലിൻ്റെ മാനേജറുണ്ട് കൃഷ്ണകുമാർ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കൃഷ്ണകുമാറിനോട് ചോദിക്കുന്നു, ഇടയിൽ എങ്ങനെ ഇടയിലെ കൊട്ടാരക്കരയ്ക്ക് സീറ്റ് കിട്ടുമോ, അതിന് ഇനി പത്തനാപുരത്തും കാണാൻ ശല്യം ഉണ്ടാക്കാൻ വരുമോ, കാരണം ഞങ്ങളുടെ മണ്ഡലമാണല്ലോ. ഇല്ലടാ, പത്തനാപുരത്തൊന്നും വരില്ല, കാരണം അവിടെ മത്സരിക്കുന്ന UDFൻ്റെ LDFൻ്റെ ഒക്കെ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടൊക്കെ അഖിൽ നല്ല അടുപ്പുണ്ടാവും, പത്തനാപുരം ഒന്നും പിടിക്കാൻ നിൽക്കില്ല, തൃപ്പൂണിത്തുറയിലായിരിക്കും ഒരുപക്ഷെ കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിൽ. അപ്പോഴഖിലിന് സ്വതന്ത്രനായി നിൽക്കാനൊരു അല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിൽക്കുന്നതും സ്വതന്ത്രനായി മത്സരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊട്ടാരക്കരയിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നിടത്ത് ഒരു സ്വതന്ത്രനായി മത്സരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. കാരണം ഐഷപ്പറ്റി എന്നൊക്കെ പറയുന്ന ഐഷപ്പറ്റി കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേരള സംസ്ഥാനത്തിൽ 15 വർഷക്കാലം ഏതാണ്ട് 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന വനിതാ നേതാവ്, സൗമ്യമുഖം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമായ വനിതാമുഖവുമായ ഐഷ പോറ്റിയും അതുപോലെ തന്നെ ഒരു പാർട്ടി മാറി വന്ന ഒരാളും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നിടത്ത് ഒരു സ്വതന്ത്രം പോയി മത്സരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് BJPക്ക് അടിസ്ഥാനപരമായ വോട്ടുള്ള സ്ഥലമാണ്. അവിടെ അഞ്ജലി നായരേക്കാൾ മികച്ച സ്ഥാനാർത്ഥി അഖിൽമാരായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നഗരസഭ ഉൾപ്പെടെ BJPയുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ പലതും ചെയ്യാൻ അഖിലിന് സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ UDF സ്ഥാനാർത്ഥിയായി K ബാബു മത്സരിക്കാത്തൊരു സാഹചര്യം, ദീപക് ജോയ് സ്ഥാനാർത്ഥിയാകുന്നു, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അഖിൽമാരാരിന് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്നെങ്കിൽ ഒരു 2ാം സ്ഥാനമെങ്കിലും പിടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അഖിൽമാരാർക്ക് എത്താമായിരുന്നു. 2020-ക്കായാലും ഈ പറയപ്പെടുന്ന BJPക്കായാലും അടിസ്ഥാനപരമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. തൃക്കാക്കര എന്ന് പറയുന്നത് ആരെ കൊണ്ട് നിർത്തിയാലും UDF ജയിക്കുന്ന ഒരു മണ്ഡലം, കോട്ടയാണ്. ഇപ്പോൾ ഉമാ തോമസുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് വരുന്നൊരു സാഹചര്യം, PT തോമസിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഉമാ തോമസ് വരുന്നു. അവിടെ പിണറായി വിജയൻ വന്ന് ക്യാമ്പ് ചെയ്ത് വലിയ രീതിയിലുള്ള, അതായത് ഈ സകല മന്ത്രിമാരെ ഇറക്കിക്കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന സകലതും പയറ്റിയിട്ടും PT തോമസിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു. അതുകൊണ്ടാണ് അതിനുശേഷം ഉമാ തോമസിനുണ്ടാകുന്ന അപകടം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും കാലത്തൊരു MLA ഇല്ലാത്ത അഭാവം അവിടെ ഉണ്ടാകുന്നു. പരാജയപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തവണ പരാജയപ്പെടണമായിരുന്നു. CPM അത് മനസ്സിലാക്കിയിട്ടാണ് പുഷ്പദാസ് എന്ന് പറയുന്ന വലിയ റീച്ചൊന്നും ഇല്ലാത്ത, അങ്ങനെ അധികം പേർക്കൊന്നും അറിയാത്തൊരു സ്ഥാനാർത്ഥിയാണ് CPM അവിടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അവിടേക്ക് അഖിൽമാരാർ വരികയാണ്. അഖിൽമാരാർ കൂട്ടിയും കിഴിച്ചും ഒക്കെ കണക്ക് കൂട്ടി പല കണക്കുകൾ അദ്ദേഹം കൂട്ടിവെച്ചു. റിസൾട്ട് വരുന്നിടം വരെ അഖിൽമാരാർക്ക് പല കണക്കൂട്ടലുകളുണ്ടായിരുന്നു. ഒരിക്കൽ തന്നെ ഒരു രാത്രിയും വിളിച്ചിട്ട് എന്നോട് കുറേ കണക്കുകൾ അഖിൽ പറയും. ഞാൻ പോലും ഒരു സമയം അഖിലിൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാവുകയാണെങ്കിൽ അഖിൽ ജയിക്കുമല്ലോ എന്ന സാഹചര്യം പോലും ഉണ്ടാക്കി. പക്ഷേ ഈ കിട്ടിയ ഭൂരിപക്ഷത്തിന്, ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 3% വോട്ടുകളാണ് അഖിൽമാരാർക്ക് തൃക്കാക്കരയിൽ ലഭിച്ചത്. ഇന്നലെ സാബു ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, കൊല്ലം ജില്ലയുടെ 2020-യുടെ ഉത്തരവാദിത്വം അഖിൽമാരാർ ആവശ്യപ്പെട്ടു.
അങ്ങനെ ആവശ്യപ്പെട്ടാലും അത് കൊടുക്കാൻ അഖിൽ ഈ പറയപ്പെടുന്ന സാബുവും ജേക്കബ് ബാധ്യസ്ഥനല്ലേ? എൻ്റെ ചോദ്യം സിമ്പിളാണ്. ഒരു ഔദ്യോഗിക സ്ഥാനം അഖിൽമാരാർ ചോദിച്ചാൽ അത് കൊടുക്കാൻ ആ പാർട്ടി ബാധ്യസ്ഥനല്ലേ? ആർക്ക് കൊടുക്കാനാണ് ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതൊരു കുടുംബസ്വത്തായി കയ്യാളി പോകണം എന്ന സാബു ജേക്കബിൻ്റെ ഒരു ആഗ്രഹം. 2020 നിന്നാൽ പ്രത്യേകിച്ചൊന്നും നേടാനോ വെറുതെ ഇത് രാജ്യസേവനത്തിന് വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ ഇതിനാരും ഇതിനൊന്നും ഇറങ്ങിപ്പെടുന്നത് ആണോ? ആരെങ്കിലും ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. നാടിനെ നന്നാക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. അഖിൽ ഇലക്ഷൻ പ്രചരണ സമയത്ത് പങ്കുവച്ച പല വീഡിയോകളിൽ ഒരു കുടുംബത്തിന് ഇന്നലെ വീട് വെച്ചു കൊടുക്കാൻ തറക്കല്ലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. അഖിൽ 2020 വന്നതുകൊണ്ട് ഒരുപക്ഷെ ആ കുടുംബത്തിനൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അയാൾ ആ മത്സര രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് കരുതാം. പിന്നെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് മാറ്റങ്ങൾ, അതായത് ആദ്യം ബിഗ് ബോസിനെ തള്ളി പറയുന്നു, പിന്നെ ബിഗ് ബോസിലേക്ക് വരുന്നു, ജയിച്ചതിന് ശേഷം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, ഏഷ്യാനെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല ഘട്ടങ്ങളിലും ഇവരോടൊപ്പം നിന്നവരെയൊക്കെ അഖിൽ തള്ളി പറഞ്ഞു എന്നൊരു ഇമേജ് അഖിലിനുണ്ടാകുന്നു. ഈ 2020 സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അഖിലിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടാകാം. അതിനോടൊന്നും എനിക്ക് ബൈക്ക് വിറ്റിട്ടുണ്ടാവും. മഴക്കാലമൊക്കെ അല്ലേ, ഓടിച്ചു കിടക്കാൻ പാടാണ്. കാരണം ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ബൈക്ക് വിൽക്കേണ്ടെന്ന സാമ്പത്തിക അവസ്ഥയൊന്നും അഖിൽമാരാർക്കില്ല. അഖിൽ തന്നെ പറയുന്നത് 3 കോടി രൂപ എൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റിയിട്ട പൈസ എടുക്കാൻ ഞാൻ ചിലവഴിക്കുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടത്തിലൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അത്രയ്ക്ക് മോശം സാമ്പത്തിക അവസ്ഥയിലൊന്നും അല്ല അഖിൽമാരാറുള്ളത്. പക്ഷേ കയ്യിലിരുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഉദ്ഘാടനത്തിന് വാങ്ങിയ പൈസ, ഇൻ്റർവ്യൂകളിൽ നിന്ന് വാങ്ങിയ പൈസയൊക്കെ അഖിലിന് ചിലവായിട്ടുണ്ടാവാം. കാരണം ഒരു കളത്തിലൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആഞ്ഞടിക്കണമല്ലോ. തൃക്കാക്കരയിൽ BJPക്ക് ഇന്ത്യക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് തോന്നലുണ്ടാക്കിയത് അഖിൽമാരാർ തന്നെയാണ്. പിന്നെ സ്കൂട്ടർ കച്ചവടത്തിലൂടെ നാട്ടുകാരെ പറ്റിച്ചൊരു BJP നേതാവിന് തന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നൊരു പരാമർശം കൂടി അഖിൽ നടത്തിയിട്ടുണ്ട്. അത് മറ്റേ AN രാധാകൃഷ്ണനെ ലക്ഷ്യം വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് അയാൾക്ക് അവിടെ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ വിവാദങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം മിണ്ടുന്നില്ല ആരോ, വിവാദം അവിടെ കിടന്ന് കത്തുന്നുണ്ട്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അദ്ദേഹവും ഇയാൾക്ക് കൊടുക്കാനുള്ള പണി കൊടുത്തിട്ടുണ്ട് എന്ന മനസ്സിലാക്കൽ അഖിലിനുണ്ടാകാം. ഇനി അഖിലിനെ പോലൊരാളെ കിട്ടിയ 2020 അഖിലിനെ ഏത് വില കൊടുത്തും കൂടെ നിർത്തമായിരുന്നു. 2020 ഇപ്പോൾ കോൺഗ്രസിനോ CPM-നോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ 2020ക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. പല BJP അനുയായികളും അഖിൽമാരാരെ തെറി പറയുന്നുണ്ട്. നിങ്ങൾ അഖിൽമാരാരെ അല്ല തെറി പറയേണ്ടുന്നത്. നിങ്ങൾ ജീവനും വിയർപ്പും രക്തവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനം മുതലാളിമാരുടെ കാൽക്കീഴ കൊണ്ട് കെട്ടിക്കുന്ന നിങ്ങളുടെ മറ്റ് നേതാക്കന്മാരെയാണ് നിങ്ങൾ തെറി പറയേണ്ടത്. നിങ്ങൾ വോട്ട് പിടിച്ച എത്ര 2020 സ്ഥാനാർത്ഥികൾ നാളുകളിൽ അല്ലെങ്കിൽ ഇന്നുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ട്? ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ഘടകകക്ഷികളെ NDA മുന്നണിയിലെടുക്കണം. ഇവിടെ ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ BJP, ദേശീയ പാർട്ടിയിൽ വലിയ വിശ്വാസമാണ്. പക്ഷെ കേരളത്തിൽ അവർക്ക് കാണാനൊരു നേതാവില്ലാത്തത് കൊണ്ടാണ്, എടുത്തു കാണിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന ഒരു നേതാവില്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനിയെങ്കിലും 2020 NDAക്കൊപ്പം നിൽക്കുന്നത് NDA നന്നാക്കാനോ BJP നന്നാക്കാനോ അല്ല, അയാൾക്ക് നന്നാവാനാണ്, അയാളുടെ കമ്പനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ EDയും NIയും ഒക്കെ റെയ്ഡ്, അവർക്കെതിരെ സംസാരിച്ചാൽ റെയ്ഡുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് അഖിൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അഖിൽ അത്യാവശ്യം പേരുള്ള ഒരു സെലിബ്രിറ്റിയാണ്, ഡിമാൻഡുള്ള സെലിബ്രിറ്റിയാണ്. ഇപ്പോൾ അഖിൽ ഏഷ്യാനെതിരെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസിൻ്റെ കോമൺ എൻട്രിയുമായി ബന്ധപ്പെട്ടൊരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, അഗ്നിപരീക്ഷയോ എന്നാ കണ്ടത് പേരാണ്. അതിന് ജഡ്ജിങ് പാനൽ അഖിലുണ്ട്. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് അതിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതാണ് അതിനിടയിൽ കിട്ടിയ ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് അഖിൽ വന്ന് ഈ വെട്ടിച്ചിട്ട് പോയത്, ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയത്. ഇനി അഖിലിനെ സൈബർ ഇടങ്ങളിൽ പണിയാൻ വലിയ വർക്ക് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടോണം അഖിലിനെതിരെ ഒരുപാട് കണ്ടന്റുകൾ ഇറങ്ങാൻ തുടങ്ങും. ഇതിനൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അഖിൽമാരാർ. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന, എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എല്ലാ ദിവസവും രാവിലെ പുള്ളി എടുത്ത് ഉറക്കം എഴുന്നേറ്റ് എനിക്ക് ആദ്യം തപ്പുന്നത് എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ പുള്ളി മറുപടിയും കൊടുക്കും. അങ്ങനെ സജീവമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അഖിൽമാരാർ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കൂടുതൽ അങ്ങോട്ട് ചൊറിയാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കാതെയും പിടിച്ചു നിൽക്കാനുള്ള
എല്ലാ അടവുകളും ഇങ്ങനെ സർവകലാവല്ലഭൻ എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, പക്ഷേ സർവകലകളെയും കൈക്കുള്ളിലാക്കി പിടിച്ചെടുത്താനുള്ള ഒരു ടാലൻറ്റ്, സകലതിനെയും കൈക്കുള്ളിലാക്കി തൻ്റെ വഴിയിലാക്കാനുള്ള ഒരു ടാലൻറ്റ് ദൈവമായിട്ട് അഖിലിന് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ജനസെന്തോ വേറെ ഒരു 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 സംഭവമാണ്, ജന്മസിദ്ധമായി കിട്ടിയ ഒരു സാധനമാണ്. അയാൾ അതുമായി മുന്നോട്ട് പോകും. അഖിൽ പല കാര്യങ്ങളും പറഞ്ഞ് മലയാളി എത്രമാത്രം വെറുപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? എങ്കിലും അഖിലിൻ്റെ ഒരു പോസ്റ്റ് വരുമ്പോൾ, ഒരു വീഡിയോ വരുമ്പോൾ നമ്മളൊക്കെ ഇന്ന് കാണില്ലേ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ലേ? കാണുമോ കാണത്തില്ല? ഞാൻ കാണും. അഖിലുമായി ബന്ധപ്പെട്ട് അഖിലിനോട് എതിർപ്പുണ്ടെങ്കിലും അഖിലിനോട് അനുകൂലതയുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും അയാൾ പറയുന്ന ചില പോയിന്റുകൾ ഇപ്പം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന തോന്നൽ നമുക്കുണ്ടാകാറുണ്ട്. 2020 നഷ്ടം അഖിലിനല്ല എന്നുള്ളതാണ്.